ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് മലയാളം എന്ന ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ആ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചും ടൂൾസിനെ കുറിച്ചും കണ്ടും പഠിക്കുകയൊക്കെ ചെയ്തു. ഇനിയുള്ള വീഡിയോ നമ്മൾ കുറച്ച് ബേസിക് ഇലക്ട്രോണിക്സ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് കമ്പോണൻസുകൾ പരിചയപ്പെടാം. അതുകൊണ്ടൊക്കെ അതിൻ്റെ തിയറി കുറച്ച് കാര്യങ്ങളോടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ ഞാൻ കുറച്ച് കമ്പോണൻസുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ്. ഇത് മിക്കവാറും എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചു പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്, നമ്മൾ കണ്ടും കേട്ടുമൊക്കെ പോകുന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് LED ബൾബാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നമുക്ക് രണ്ടാമത് കാണുന്നത് ഡയോഡാണ്. അതും എല്ലാവർക്കും കേട്ടിട്ടുള്ളതായിരിക്കും. മൂന്നാമത് കാണുന്നതാണ് പൊട്ടൻഷ്യോമീറ്റർ. നമ്മൾ വോളിയം കൺട്രോൾ എന്നൊക്കെ പറയും. നമ്മൾ വോളിയത്തിൻ്റെ ഹൈയും ലോയും ഒക്കെ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണത്. നമുക്ക് അടുത്തയാണ് സ്വിച്ച്. പിന്നെ കാണുന്നത് കപ്പാസിറ്ററാണ്. അത് കഴിഞ്ഞിട്ട് ഇൻഡക്ടറാണ്. അത് കഴിഞ്ഞിട്ട് കാണുന്നത് റെസിസ്റ്റർ, IC, ട്രാൻസ്ഫോമർ. ഇത്രയും കമ്പോണൻസുകളാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനിയും നമ്മൾ പഠിക്കേണ്ടത് വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി, അതായത് എന്താണ് വൈദ്യുതി. അപ്പോൾ നമ്മൾ വൈദ്യുതിയെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, നിങ്ങൾ തന്നെ പഠിക്കുക. പിന്നെ ഇതിൻ്റെ മലയാളം ഞാൻ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോയും ഞാൻ ഇട്ടേക്കാം. ഇനി നമ്മൾ ഈ കാണുന്നത് കറണ്ട് ആൻഡ് വോൾട്ടേജ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഇട്ടേക്കുന്നത്. ഇത് നിങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് അടിയിൽ ഓംസ് ലോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ഇട്ടേക്കുന്നത്. അടുത്തേക്ക് കാണുന്നത് മൾട്ടിമീറ്റർ ആണ്. നമുക്ക് ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ട് AC വോൾട്ടേജ്, DC വോൾട്ടേജ്, റെസിസ്റ്റൻസിൻ്റെ ഓം, അതുകൊണ്ട് കറണ്ട്, കണ്ടിന്യൂറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അത് ചെക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നുണ്ട്. ഓരോ കമ്പോണൻസും എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിസ്റ്ററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. വൈദ്യുതി പ്രവാഹത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസിസ്റ്ററിൻ്റെ ധർമ്മം. അപ്പോൾ റെസിസ്റ്ററിൻ്റെ യൂണിറ്റ് വരുന്നത് ഓംസിലാണ്. നമുക്ക് സിമ്പല് ഈ രീതിയിലാണ്. പിന്നെ നമുക്ക് പല ടൈപ്പ് റെസിസ്റ്ററുകൾ നമുക്ക് ഉണ്ട്. അതിൽ കാർബൺ റെസിസ്റ്റർ ഉണ്ട്, ഫ്യൂസിബിൾ റെസിസ്റ്റർ ഉണ്ട്, വയർ ബൗണ്ട് റെസിസ്റ്റർ ഉണ്ട്, സർഫസ് മൗണ്ട് റെസിസ്റ്റർ ഉണ്ട്. സർഫസ് മൗണ്ട് റെസിസ്റ്റർ ആണ് നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ SMD എന്ന് പറയും. അതാണ് നമ്മളിപ്പം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ഘടകം. നമ്മുടെ എല്ലാ സർക്യൂട്ടിലും ഇപ്പം കൂടുതലും SMD റെസിസ്റ്ററുകളാണ്.